ഓഗസ്റ്റ് മുതൽ ഇന്ത്യയിൽ തങ്ങുന്ന മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ വിസ കാലാവധി നീട്ടിയതായി റിപ്പോർട്ട്. ഷെയ്ഖ് ഹസീനയെ കൈമാറണമെന്ന് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിൽ നിന്ന് സമ്മർദ്ദം ശക്തമായ സാഹചര്യത്തിലാണ് വിസ കാലാവധി നീട്ടിയിരിക്കുന്നത്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് ഓഗസ്റ്റ് 5-ന് ധാക്കയിൽ നിന്ന് പലായനം ചെയ്ത ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകിയെന്ന അവകാശവാദത്തെ ഇന്ത്യയിൽ നിയമങ്ങളില്ലെന്നും അവരുടെ വിസ കാലാവധി നീട്ടി നൽകിയതിന് അഭയം നൽകുന്നതിനുള്ള നീക്കമായി വ്യാഖ്യാനിക്കരുതെന്നും ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കി. വിസ കാലാവധി നീട്ടിയത് സാങ്കേതികം മാത്രമാണ്. ഡൽഹിയിൽ കർശന സുരക്ഷയിലാണ് കഴിയുന്നതെന്നും വൃത്തങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ ഡിസംബർ 23-ന് ഹസീനയെ കൈമാറണമെന്നാണ് മുഹമ്മദ് യൂനൂസിന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് സർക്കാർ ആവശ്യപ്പെട്ടത്. 2024-ലെ പ്രതിഷേധത്തിനിടെ 500-ലധികം പേരുടെ മരണത്തിനിടയാക്കിയ അക്രമ സംഭവങ്ങളിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് പങ്കുണ്ടെന്നാണ് ബംഗ്ലാദേശ് സർക്കാരിന്റെ കണ്ടെത്തൽ. ഇത് 2ാം തവണയാണ് ബംഗ്ലാദേശ് സർക്കാർ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുന്നത്. ഫെബ്രുവരി 12-നകം അറസ്റ്റ് ചെയ്ത് ഹാജരാക്കണമെന്നാണ് ധാക്ക കോടതിയുടെ ഉത്തരവ്. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയുടെ പതനത്തിലേക്ക് നയിച്ച സംഘർഷത്തിൽ 500-ലധികം പേർ കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഷെയ്ഖ് ഹസീന സർക്കാർ രാജിവെച്ചത്.